2201 ആണ്ട് കുംഭമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെയാണ്. മകയിരം നക്ഷത്രത്തിൻ്റെ അവസാന പാതിഭാഗവും തിരുവാതിരയും പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. 13/2/2026 മുതൽ 14/3/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ് നടത്തുന്നത്. സൂര്യനും ബുധനും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നത് മൂലം വിദ്യാസമ്പന്നരായ ആൾക്കാർക്ക് വേഗത്തിൽ അവർ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ജോലി കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി വിദ്യാഭ്യാസം അവരവരെ വിദ്യാഭ്യാസ നിലവാരം വച്ചിട്ടും അല്ലെങ്കിൽ പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലും അവർക്ക് തീർച്ചയായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടുന്നതാണ്. അതിനുള്ള അനുകൂലമായ ഒരു സമയമാണ്. 17/2/2026 സംഭവിക്കുന്ന സൂര്യഗ്രഹണം നിങ്ങളെ മോശമായി ബാധിക്കുന്നില്ല, ഗുണഫലങ്ങൾ ലഭിക്കുന്നു താനും. അതാണ് ആ ഗ്രഹണത്തിൻ്റേത്. വാദം പോലുള്ള രോഗങ്ങൾ, അതായത് ഹൃദയ സംബന്ധമായ രോഗം പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നതാണ്. ഉത്തമമായ ചികിത്സ അതിന് ലഭിക്കുന്നുണ്ട്. ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ അത് ഭേദമാകാം. ഏതെങ്കിലും തരത്തിൽ ഉള്ള മുറിവുകൾ വന്നോ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ മൂലമുള്ള മുറിവുകളായിരുന്നാലും അതെല്ലാം സുഖം പ്രാപിച്ച് വരുന്നതാണ്. അതുപോലെ രക്തസംബന്ധമായ ഒരു പ്രശ്നങ്ങളുള്ളവർ, അതായത് ഇപ്പോൾ രക്തത്തിൽ BP-യുടെ അതോ അല്ലെങ്കിൽ രക്തത്തിൽ എന്തെങ്കിലും അണുബാധയോ പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങൾ അതെല്ലാം കുറവ് വരുന്നതാണ്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലുള്ള ശിക്ഷാ നടപടികൾ വരാനിരുന്നത് അത് എന്തോ ഭാഗ്യം കൊണ്ട് തടയപ്പെടാം. ആലോചിച്ച് ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാൻ. ആത്മധൈര്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ശ്രദ്ധിച്ചാൽ ധാരാളം പണം നേടാൻ സാധിക്കുന്ന ഒരു മാസമാണ്. സമ്പാദിക്കാൻ സാധിക്കും പണം വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ധർമ്മകാര്യങ്ങളിലും പൂജാതി കാര്യങ്ങളിലൊക്കെ ഫലസിദ്ധി കിട്ടുന്നതും അതിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നതുമായിട്ടുള്ള ഒരു സമയമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ജോഡിയെ കണ്ടുപിടിക്കുന്നതിനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ ഉള്ളവർ അടങ്ങിയിരിക്കാം. ശത്രുനാശങ്ങളും വരാം. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ ആയിട്ടുള്ള ആഭരണങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒപ്പം ധനലാഭവും ലഭിക്കാം. ചില ഗ്രഹങ്ങൾ മോശം അവസ്ഥയിലായിരുന്നാൽ മോശം ഫലങ്ങൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കണ്ടകശനി കാലമാണ്. അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ വരുന്നതിനും സാധ്യതയുണ്ട്. ബന്ധുക്കളുടെയും ഉറ്റമിത്രങ്ങളുടെയും വിരോധം സമ്പാദിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ സ്ഥാനത്തുള്ളവർക്ക് ചില അസുഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഓരോന്നായിട്ട് വയസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവചനം നടത്തുന്നത്. മകയിരം നക്ഷത്രമാണ് ആദ്യം. 18 വയസ്സ് വരെയുള്ള മകയിരം നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആ ഉറ്റമിത്രങ്ങളായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം അവരിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെടുന്നതിനോ അല്ലെങ്കിൽ കോമ സ്റ്റേജിൽ പോകുന്നതിനോ ഒരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും അതിൽ കൂടുതൽ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള നല്ലൊരു ജോലിയും അവർക്ക് കിട്ടുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിവാഹം നടക്കാം. അതുപോലെ സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. 34 വയസ്സ് മുതൽ 54 വയസ്സ് വരെ ഉള്ളവർക്ക് അപവാദങ്ങൾ കേൾക്കേണ്ട ഒരു സമയമാണ്. ഇത് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ആരും സഹായിക്കാനില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ വന്നു ചേരാം. അന്യദേശവാസം ചെയ്യേണ്ടതായിട്ടും വന്നേക്കാം. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം തീർച്ചയായിട്ടും ലഭിക്കാം. ബുദ്ധി നേർവഴിയിലാകാം, ചിന്തയൊക്കെ നേർവഴിയിലാകാം. ശാരീരിക അസുഖങ്ങൾ ഉണ്ടെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്നു. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിന് തക്ക സമയത്തുള്ള വൈദ്യസഹായം ലഭിച്ചാൽ നല്ലതായിരിക്കും. വേറെ പ്രശ്നമൊന്നും വരാൻ സാധ്യത കാണുന്നില്ല. അടുത്ത തിരുവാതിര നക്ഷത്രക്കാരുടെയാണ് അടുത്ത ഫലങ്ങൾ പറയുന്നത്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള രോഗങ്ങളാലും കഷ്ടപ്പെടുന്ന ഒരു സമയമാണത്. പ്രായത്തിനനുസരിച്ച് ഒരു പക്വത ഇല്ലാണ്ട് വരാം. മരണതുല്യമായ പല ആപത്തുകളും നേരിടേണ്ടതായിട്ട് വരാം. നല്ല വസ്ത്രങ്ങൾ തന്നെ ഇല്ലാത്തൊരവസ്ഥ വരാം. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അല്പാൽപമായി ജീവിതത്തിൽ അവർക്ക് പുരോഗതി ഉണ്ടാകാം.
അതുപോലെ തന്നെ ദാരിദ്ര്യവും ദുഃഖവും ഒക്കെ മാറി മാറി അവർക്ക് ജീവിതത്തിൽ നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാനും മാന്യമായ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് സാധ്യത കാണുന്നു. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളുള്ള ആൾക്കാർ അപവാദം പറഞ്ഞ് പരത്തുന്നതിന് ഒരു സാധ്യത കാണുന്നു. മിത്രങ്ങളുമായി വൈരാഗ്യം വരാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില ബുദ്ധിമുട്ടുകൾ മാനഹാനി വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചാൽ മതി. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ധനവരവ് കുറച്ച് കുറയുന്ന ഒരു കാലമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് ഒരു പരിധി വരെയൊക്കെ നടന്നു കിട്ടും. ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ പ്രമേഹമുള്ളവർ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് മക്കൾക്കും പേരക്കുട്ടികൾക്കും അസുഖങ്ങൾ വരുന്നതിനുള്ള കൊച്ചുമക്കൾക്കൊക്കെ ചെറിയൊരു അസുഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത ഉണ്ട്. വസ്തുക്കൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. നിങ്ങളെ ആരെങ്കിലും ബലമായി പിടിച്ചു കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയി വസ്തുക്കൾ കൈവശപ്പെടുത്താൻ ആൾക്കാർ ശ്രമിച്ചെന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഈ പ്രായത്തിൽ എന്തെങ്കിലും വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്തണമെങ്കിൽ അത് സുരക്ഷിതമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. 71 വയസ്സ് മുതൽ മുകളിലോട്ട് പ്രായമുള്ളവർക്ക് അനുഭവിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം ഒരു പരിഹാരമായി മനസ്സമാധാനവും സർവ്വ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം ചില തിരുവാതിര നക്ഷത്രക്കാർക്ക്, എല്ലാവർക്കുമല്ല. അത് അസ്ഥിയെ ബാധിക്കുന്ന എല്ലിനെയൊക്കെ ബാധിക്കുന്ന ഒരു സർജറിയാണ്. അടുത്ത പുണർതം നക്ഷത്രക്കാരുടെയാണ് പറയാൻ പോകുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർതം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യവും സമ്പത്തും നല്ലതായിരിക്കും. അത് 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള ആ സമയത്ത് ആരും സഹായിക്കാനില്ലാത്ത ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ചിന്തിക്കാം. കൂട്ടുകെട്ടുകൾ മോശമെങ്കിൽ ജയിൽവാസം വരാനും സാധ്യതയുണ്ട്. ദേശം വിട്ട് അന്യദേശത്തേക്ക് താമസം മാറ്റുന്നതിനും ഒരു സാധ്യതയുണ്ട്. വിദ്യാ തടസ്സം കാണുന്നു. ഒരു തൊഴിൽ ലഭിച്ചാൽ ഒരിക്കലും ആ തൊഴിൽ ഉപേക്ഷിക്കരുത്. കാരണം വേറൊരു തൊഴിൽ കിട്ടുന്നതിലേക്ക് വേണ്ടിയുള്ളൊരു സാധ്യത ഇല്ല ഇപ്പം. അതുകൊണ്ടാണ് 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കാം. ചില രോഗങ്ങൾ വരുന്നതൊഴിച്ചാൽ ചില്ലറ രോഗങ്ങൾ വരുന്നതൊഴിച്ചാൽ വേറെ ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ധനനാശം അശ്രദ്ധ മൂലം വന്നേക്കാം. ഒരു മരണതുല്യമായ ഒരു ഭീതി വരുന്നതിനും ഒരു സാധ്യതയുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്ര നാളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് പൂർണ്ണ ശാന്തി ലഭിക്കുന്നു. വാഹനങ്ങൾ, വീട് എന്നിവയെല്ലാം അവർക്ക് ലഭിക്കുന്നു. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് പല പ്രകാരത്തിലും ദുഃഖം വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. ധനത്തിന് കുറവ് വരാം. ചില രോഗങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. എന്നിരുന്നാൽ അതൊക്കെ ചികിത്സ കൊണ്ട് ഭേദമാക്കാൻ പറ്റുന്ന ചെറിയ അസുഖങ്ങളാണ്. പക്ഷേ വീഴ്ച വരാതെ ശ്രദ്ധിക്കുക, വീഴാതെ ശ്രദ്ധിക്കുക. വീണ് കഴിഞ്ഞാൽ എല്ല് ഒക്കെ ഒടിയുന്നതിനും ശസ്ത്രക്രിയയ്ക്കും സാധ്യതയുള്ളതിനാൽ നടക്കുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ ഫലങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമായി വരുന്നു. അതുപോലെ നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജാതകപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കുംഭമാസത്തിൽ എല്ലാവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.